RSS ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ ശ്രീകണ്ഠേശ്വരം കൗൺസിലർ ഒ സുകന്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്കത്തോണിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് വാക്കത്തോണിൽ അണിനിരുന്നത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് ശ്രീകണ്ഠേശ്വരം വാർഡ് കൗൺസിലർ ഒ സുകന്യ നിർവഹിച്ചു. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ശ്രീകണ്ഠേശ്വരം വാർഡിൽ വരുന്ന 22-ാം തീയതി ആണ് നമ്മുടെ ഏകതാ സമ്മേളനം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് വാക്കത്തോൺ. അത് മാത്രമല്ല 8-ാം തീയതിയും ഇതിനിടയ്ക്കുള്ള ഒരു ദിവസം കൂടി സ്പോർട്സ് ആൻഡ് ആർട്സ് നടത്തുന്നുണ്ട്. പിന്നെ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. ഹിന്ദു സമാജത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കലാണ് ഏകതാ സമ്മേളനം ലക്ഷ്യം വെക്കുന്നതെന്ന് സമ്മേളനം ചെയർമാൻ പറഞ്ഞു. ജാതിക്കും അതീതമായിട്ട് ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ആണ് നമ്മൾ ഹിന്ദു ഏകതാ സമ്മേളനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ ഭീഷണികൾ ഹിന്ദു സമൂഹം ഒറ്റയ്ക്ക് നേരിടുന്നുണ്ട്, ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. അതുമാത്രമല്ല, ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ന്യൂനപക്ഷം എന്ന പേരിലുള്ള ഭൂരിപക്ഷം മതങ്ങൾ, മുസ്ലിം മതമായാലും ക്രിസ്തു മതമായാലും, അത് ഹിന്ദുക്കളെ ഒതുക്കി സപ്രസ് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. വാക്കത്തോണിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. എല്ലാ രൂപങ്ങളെയും ഉപയോഗിക്കില്ലെന്നും അവയിൽ നിന്ന് അകലം പാലിക്കുമെന്നും സത്യസന്ധമായി പ്രതിജ്ഞ ചെയ്യുന്നു. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 22-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ ഏകതാ സമ്മേളനം. ശ്രീകണ്ഠേശ്വരം വാർഡിലെ ഏകതാ സമ്മേളനം ഫെബ്രുവരി 22-ാം തീയതി ഫോർട്ട് മൈതാനിയിൽ നടക്കും. ജനം, തിരുവനന്തപുരം.